എന്നാലും നിങ്ങൾക്ക് നാളെ പോവായിരുന്നു. ലച്ചു വിഷമത്തോടെ അവരോട് പറഞ്ഞു. ഇന്നലെ വന്നതായിരുന്നു ഐഷവും ഫാഹുവും. പിന്നെ അവിടെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഭക്ഷണം കഴിച്ച് ബീച്ചിലൊക്കെ പോയി വൻ ആഘോഷമായിരുന്നു അല്ലുവിന് അധികം. സമയം കിട്ടാത്തതുകൊണ്ട് അവർക്ക് ദേവിൻ്റെ അടുത്ത് പോകാനും പറ്റിയില്ല. വരുന്ന വിവരം പറയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ദേവ് അവരെ തലേ ദിവസം കാത്തിരുന്നു. പിറ്റേ ദിവസം സുരാജേട്ടനാണ് പറഞ്ഞത് അവരുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെന്ന്. എന്തോ അവൻ അവരെ കാണാതെ വീർപ്പൂണ്ടെന്ന പോലെ ആയിരുന്നു. എൻ്റെ പൊന്നിൽ ലച്ചു, ഇനി ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇവളെ കൊണ്ട് ഇനി എനിക്കിങ്ങനെ ഓടി വരാൻ പറ്റില്ല. ശരിടാ, ഞാൻ വരുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക്. ആ ഇതന്നെയല്ലേ എപ്പോഴും പോകുമ്പോൾ നീ പറയാറ് ഐഷു. ശരിയെന്നാ. ഐഷു അതും പറഞ്ഞ് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. നീ പെണ്ണെ ഓരോന്നോർത്ത് വിഷമിക്കണ്ട കേട്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഫാദർ ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ശരി മാഷേ, എല്ലാം അങ്ങ് പറയും പോലെ ലച്ചു തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്നാൽ പോട്ടടി ചുന്ദരമണികളെ, ഇനി എന്താ വരിക എൻ്റെ കുട്ടൂസൽ ഫാവിനെ കാണാൻ? അമ്മയോട് പറ ഫാവു, എന്നെ ഇപ്പൊ തന്നെ പോരാം. ആദി അവരുടെ കൂടെ പോയാ പിന്നെ എനിക്കാരാ? അയ്യോ സോറി ഫാഹു, അമ്മക്ക് പേടിയാ. അമ്മ ഗൂഫിയെ പോലെ ബ്രേവ് അല്ല. അല്ലു വായ്പതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ലച്ചൊന്ന് കണ്ണുമിഴിച്ച് പേടിപ്പിച്ചു. അല്ലടാ, ഇവിടെ വരെ വന്നിട്ട് നിങ്ങളുടെ ഗൂഫിയെ പരിചയപ്പെടാൻ പറ്റില്ലല്ലോ. അതിന് ഗൂഫിക്ക് ജോലിയുണ്ട്. ഫാഹുവിനെ പോലെ ഫ്രീ അല്ല എന്നും. ഹീസ് ബിസി മാൻ. ഒരു ബിസിക്കാരൻ. വാട്ടൈനി ഫാഹു, അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാദ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ നമ്മുടെ ഫാഹു ഷീറ്റല്ലേ. അവനെ താടി പിടിച്ചുകൊണ്ട് അതി പറഞ്ഞു. നന്നായിട്ട് സോപ്പിടാൻ അറിയുന്നുണ്ട് രണ്ടിനും. 2 ദിവസം നിങ്ങളുടെ കൂടെ എല്ലാവരും സവാസം, അതുകൊണ്ടായിരിക്കും അവർ വേഗം പഠിച്ചത്. ഐഷു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതിനവൻ നിനക്ക് വെച്ചിട്ടുണ്ടോ എന്ന മട്ടി തലയാട്ടി. അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങി നേരെ ലിഫ്റ്റിലേക്ക് വിട്ടു. അതുവരെ ലച്ചുവും പിള്ളേരും കൂടെ പോയിരുന്നു. ഫാഹു അല്ലുവിനെ അധികം എടുത്തിരിക്കുകയായിരുന്നു. അവർക്ക് അവനും അവളും ഓരോ ഉമ്മയും കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിൽ കയറി. രണ്ടാൾക്കും നല്ല സങ്കടമായിരുന്നു അവർ പോകുന്നതുകൊണ്ട്. അവർക്കും അങ്ങനെ തന്നെ. കാരണം അവർ വന്നാൽ പിന്നെ എന്ത് പൊല്ലാപ്പുണ്ടാക്കിയാലും ഫാഹു ഐഷു രക്ഷിച്ചോളും ലച്ചുവിൻ്റെ അടുത്തുനിന്ന്. ഭക്ഷണം കഴിച്ച മിസ്സേ? നാഥൻ മാഷ് സ്റ്റാഫ് റൂമിലേക്ക് ആയിരിക്കൊണ്ട് ലച്ചുവിനോട് ചോദിച്ചു. അതിന് അവളും തലയാട്ടി. അതെന്താ മാഷേ, ടീച്ചറിനോട് മാത്രം കഴിച്ചോന്ന്? ഞങ്ങളിവിടെ തന്നെ ഉള്ളതാണേ. ഷേളി മിസ് കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. നിങ്ങളോടും ചോദിക്കാൻ വരികയായിരുന്നു. ഇത് കേട്ട് നാഥമാഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ലച്ചുവിനറിയാം തന്നോടെന്തെങ്കിലും മാഷി സംസാരിച്ചാൽ എല്ലാവരും ഇങ്ങനെയാണ്. ഭർത്താവ് കൂടെയില്ലെന്നോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആണെന്നൊക്കെയാണ് ചിലരുടെ വിചാരം. താനൊന്നും പറയാൻ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് ചില ആൾക്കാർ. അല്ല മാഷേ, കല്യാണം നോക്കുന്നില്ലേ? ഫാഹിർ മാഷ് ചോദിച്ചു. ആ നോക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയാവുന്നില്ല. നാഥൻ മറുപടി പറഞ്ഞു. മാഷിനെ കണ്ട ആർക്കാ വേണ്ടാതിരിക്കാം. പേരൽപ്പം പഴഞ്ചനാണെങ്കിലും മാഷ് പൊളിയല്ലേ. ദേവിക ടീച്ചർ പേര് തന്നെ നാഥൻ എന്നല്ലേ. ഏത് കുടുംബത്തെ നാഥനാവാനായിരിക്കും മാഷിന് യോഗം. ഷെർലി ലച്ചുവിനെ ഇടം കണ്ടിട്ടുകൊണ്ട് പറഞ്ഞു. ലച്ചുവിന് വല്ലാതെയായി. അന്നേരമായിരുന്നു ലഞ്ച് കഴിഞ്ഞ് ബെല്ലടിച്ച്. അതുകൊണ്ട് ആ ചർച്ച അവസാനിപ്പിച്ച് ഓരോ ആളുകൾ ക്ലാസ്സിലേക്ക് മടങ്ങി. മിസ്സേ സോറി മിസ്സേ, ഞാൻ കാരണം എനിക്ക് എപ്പോഴും കളിയാക്കൽ കിട്ടുകയാണല്ലേ. നാഥൻ ഓടിയെടുത്തുകൊണ്ട് പറഞ്ഞു. ഏയ് അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ശരിക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ സാറിനോട് ചീത്തപ്പേര്. ഞാൻ പോട്ടെ, ഇനി താരെങ്കിലും കണ്ടാൽ മതി അടുത്ത ചർച്ചയ്ക്ക്. ലച്ചു അതും പറഞ്ഞുകൊണ്ട് നടന്നു. അവൾക്കെന്തോ അവനുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ടായില്ല. കാരണം അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. ലച്ചു ഓർത്തു. നാഥൻ ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും പാവാണോ ഈ പെണ്ണ്? അബി ആരോ വിളിക്കുന്നതായിട്ടാണ് ദേവ് തിരിഞ്ഞു നോക്കിയത്. നോക്കുമ്പോഴത് ഹേമ അടുത്തേക്ക് വേഗം നടന്നു വരുന്നു. നീ എന്താ ഇവിടെ അബി? ഇവിടെ എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റിലായ ഒരാൾ അഡ്മിറ്റാണ്. അതിൻ്റെ കുറച്ച് ഇൻഫോ എടുക്കാൻ വന്നാ. CI ഇൻഫോ എടുക്കുന്നുണ്ട്. ഞാൻ താഴെ വെയിറ്റ് ചെയ്യാന്ന് വെച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നാ. അല്ല നീ എന്താ ഇവിടെ? കൂടെ ആരുമില്ലേ? ഷാക്കിർ മെഡിസിൻ വാങ്ങാൻ പോയിരിക്കാം. എന്നെ ഇവിടെ നിർത്തിച്ചിട്ട്. അസുഖമൊന്നുമില്ലടാ, ഒരു 7 മാസം കഴിഞ്ഞ് ഒരാൾ പുറത്തു വരാൻ പോവാ. ഹേമ സന്തോഷത്തോടെ പറഞ്ഞു. ആണോ? കൺഗ്രാറ്റ്സ്. അല്ല ചോദിക്കാൻ മറന്നു, നിങ്ങളെന്താ കൊച്ചിയിൽ? ദേവ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഷാക്കിന് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം കിട്ടി. ഓ അതാണോ? ലച്ചു അവളെക്കുറിച്ച് എന്തെങ്കിലും? ഹേമ ഒരു സംശയത്തോടെ ചോദിച്ചു. അതിനവൻ വേദനയിൽ കുതിരുന്നൊരു പുഞ്ചിരി മറുപടിയും നൽകി. ഞാൻ കാരണമല്ലേ ഇതൊക്കെ? അറിയാതെങ്കിലും ഞാൻ കാരണമല്ലേ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്? ഹേമ ഒരു വേദനയോടെ പറഞ്ഞു. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഈ സമയത്ത് മനസ്സ് വേദനിപ്പിക്കല്ലേ. സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നീ കാരണമല്ല അവളെ എനിക്ക് നഷ്ടമായത്. ഞാൻ തന്നെയാണ് അതിൻ്റെ കാരണം. എൻ്റെ തെറ്റിദ്ധാരയുടെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോഴേക്കും ഷാക്കിർ അവരുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് അരുൺ ദേവിൻ്റെ അടുത്തേക്ക് വന്ന്. എടാ ഷാക്കി! അരുൺ ഷാക്കിനെ കണ്ട് സന്തോഷത്തോടെ വിളിച്ചു. അളിയ അരുണേ, നീ എവിടെ ആയിരുന്നടാ? എത്ര കാലയുടെ കണ്ടിട്ട്? പോലീസാണെന്ന് മാത്രം കേട്ടായിരുന്നു. ഷാക്കിർ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ ഓരോ വിശേഷങ്ങളും പറഞ്ഞു. ഹേമയെ പരിചയപ്പെടുത്തി. ഹേമയുടെ ഫ്രണ്ടാണ് ദേവെന്ന് കൂടി പറഞ്ഞു. അങ്ങനെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് നമ്പരും കൂടി കൈമാറിയാണ് ഷാക്കിർ അരുൺ പിരിഞ്ഞത്. അബി പുറത്തേക്ക് നോക്കിയിരുന്ന ദേവിനെ അരുൺ വിളിച്ചു. എന്താടാ? കുറേ സമയം ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നു? ഏയ് ഒന്നുമില്ലടാ.
കള്ളം പറയാൻ നിൽക്കണ്ട. ഇപ്പം അല്ല, നിന്നെ ഒരുപാട് തവണയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അരുൺ ഡ്രൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിന് ദേവൊന്നും മിണ്ടിയില്ല. നിനക്ക് എന്തൊക്കെയോ പ്രശ്നം കൊണ്ടെന്ന് അറിയാം. പറ്റുമെങ്കിൽ പറ. എന്നാൽ നിനക്ക് അത്രയെങ്കിലും ആശ്വാസം കിട്ടും. ഇനി നിനക്ക് പറയാൻ പറ്റാതെ നീ പറയണ്ട കേട്ടോ. ഒരു ജൂനിയർ ഓഫീസർ സീനിയറിനെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നിയെങ്കിൽ ഐ ആം സോറി. എന്തൊക്കെയായിരുന്നു നീ വിളിച്ചു പറയുന്നത്? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ശരിയാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ആകെ ആശ്വാസം നീയും അല്ലുവും അധികമൊക്കെയാണ്. ദേവ് പറഞ്ഞു നിർത്തി. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ മാളിപ്പോയി അന്ന ദിവസം ഞാൻ ശ്രദ്ധിച്ച കണ്ണൊക്കെ നിറഞ്ഞ ഒരുമാതിരി. എന്താണെന്ന് ചോദിച്ചാൽ പൊടി പോയി എന്നൊരു കള്ളും. ഞാനും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അരുൺ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അരുണേ, ആ ഇങ്ങോട്ട് നോക്കടാ. നിന്റെ അളിഞ്ഞ മോന്ത നോക്കി ഓടിച്ചാൽ നേരെ സെമിത്തേരി പോയി കിടക്കാം നമുക്ക്. എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു ഈദൂന് ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അത് ശരിയാ, നിനക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കാത്തിരിക്കാൻ. ആരെങ്കിലൊക്കെ അല്ല, നിന്റെ ചോരയും ആ ചോരയും ഉദരത്തിൽ വളർത്തിയൊരുവളും. എനിക്ക് അങ്ങനെയല്ലടാ. ദേവ് ഒരു വേദന കുതിർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. എന്താടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒന്നുമില്ലടാ, ചിലപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നിപ്പോവും. അത് ശരിയായിരിക്കും, ദേഷ്യം വരെയായിരിക്കും. പക്ഷെ നീ ചെയ്ത് തെറ്റിന്ന് എനിക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. ദേവ് അതിനൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് പോകുന്ന വഴി ദേവ് ശ്രദ്ധിച്ച്. നീ എങ്ങോട്ടേക്കാ? എന്തായാലും നിന്നെ കൊല്ലാനല്ല, പോരെ? കാര്യം പറ, പോയിട്ട് കിടന്നുറങ്ങാവുള്ളൂ എനിക്ക്. ഓ സാറേ, ഇന്ന് എൻ്റെ പെണ്ണുമ്പിളിയുടെ 5ാം വിവാഹ വാർഷികം. അതുകൊണ്ട് ചെറിയൊരു സദ്യ. റീതു നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഹാപ്പി ആനിവേഴ്സറി മാൻ. നീ എന്തായാലും ഇത് മുമ്പേ പറയുന്നേ? അതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ വേഗം വീട്ടിലേക്ക് വിടുമായിരുന്നത് ഞാൻ. ഓ പറഞ്ഞാൽ മോൻ അങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ലെങ്കിലും അതുകൊണ്ടാണ് കൈയോടെ കൂട്ടിയത്. എന്താണ് ഭാര്യക്കുള്ള ഗിഫ്റ്റ്? കാണാൻ തക്കുള്ള ഗിഫ്റ്റ് അല്ല, എന്നാലത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാവുമെന്നറിയാം. എന്തായാലും എനിക്ക് നാളെ ലീവ് തരണം. അത് പറയാൻ കൂടിയുള്ള ചെറിയ കൈക്കൂലിയാണ് ഈ സദ്യ എന്ന് വെച്ചോ. ഓ ആയിക്കോട്ടെ, വീട്ടിലേക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നു തെണ്ടി ആ കൊച്ചിന് വേണ്ടി. ഓ അതിനൊന്നും ആവശ്യമില്ല, ഒരുപാട് ഫോർമലാവില്ല കേട്ടോ. പിന്നെ നാട്ടിൽ ലീവ് എന്തിനാന്ന് ചോദിക്കുക. പറയുമ്പോൾ എന്തിനാ? അച്ഛൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. ഇനി പിണക്കൊക്കെ കഥം. ഇതൊക്കെ റീത്തുവിന് സർപ്രൈസ് ആക്കാമെന്ന് വെച്ച്. സന്തോഷമുള്ള കാര്യങ്ങളോടാ, ദേവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അപ്പോഴാണ് ദേവിന് ഇന്ന് സൂര്യചേട്ടൻ്റെയും രശ്മി ചേച്ചിയുടെ ആനിവേഴ്സറി ആണെന്ന് രാവിലെ മക്കൾ കണ്ടപ്പോൾ പറഞ്ഞ് ഓർമ്മ വന്നു. 2 ദിവസത്തിന് ശേഷം കണ്ടുകൊണ്ട് ആ കാഴ്ചക്കൽപ്പം മധുരം കൂടുതലായിരുന്നു. എന്തോ അവനവരെ കണ്ടപ്പോൾ ശ്വാസം തിരിച്ചിട്ടിയ സന്തോഷമായിരുന്നു. അങ്ങനെ അവർ അരുണിൻ്റെ വീട്ടിലേക്ക് എത്തി. റീത്തുവും മോനും പുറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന് വേഗം ക്ഷണിച്ചിരുത്തി റീത്തു. ഭക്ഷണം എന്ന് പറഞ്ഞ് അരുൺ അവരോടൊപ്പം ടേബിൾ വരെ പോയി. അന്നേരം അരുണിൻ്റെ കുഞ്ഞായ മേഘ അരുൺ എന്ന കുഞ്ഞിപ്പടിനെ കൊഞ്ചിക്കായിരുന്നു ദേവ്. അവൻ്റെ മകനെ വീട്ടിൽ വിളിക്കുന്ന മോനൂട്ട എന്നാണ്. ദേവ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവനെ വിളിക്കാറ്. ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഒരു അച്ഛൻ്റെ വാത്സല്യത്താൽ വിതുമ്പി. അവന് വല്ലാത്ത സങ്കടമാണ് ഇതുപോലെ പിഞ്ചു കുഞ്ഞിനെ എടുക്കുമ്പോൾ. തൻ്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത്. അങ്ങനെ ഓരോ തമാശകളും പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു. റീത്തു ഒരു പാവം പെൺകുട്ടിയാണെന്ന് ദേവിന് മനസ്സിലായി. തന്നെ ചേട്ടായെന്ന് വിളിച്ച് പുറകെ വരുമ്പോൾ എന്തോ ഇതുവരെ ഒരു സഹോദരി ഇല്ലാത്ത വിഷമം തീർന്നിട്ടിയിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു വണ്ടി വന്ന് നിർത്തിയ ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് കുറച്ച് കവർ ഒരു കേക്ക് ബോക്സുമായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ എന്താ, തനിക്ക് വീട് മാറിയതായിരിക്കും അല്ലേ? ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, അരുൺ ഡെലിവറി ബോയോട് പറഞ്ഞു. അത് ഇവിടേക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്താ എന്ന് പറഞ്ഞ് ദേവതക്ക് വാങ്ങി അകത്തേക്ക് പോയി. എൻ്റെ വക ചെറിയൊരു സമ്മാനം, വേഗം വാ, എന്നിട്ട് ഈ കേക്ക് കട്ട് ചെയ്യാൻ നോക്കുക. ആ ഇത് നിങ്ങൾക്കുള്ള ഡ്രസ്സാണ്, ഇഷ്ടപ്പെടുമെന്നറിയില്ല, പെട്ടെന്ന് ഓർഡർ ചെയ്താ. ഇതൊക്കെ കണ്ട് റീതുവിന് അരുണിന് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും ആരും തങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നേ അവർ ഒറ്റക്കായിരുന്നു. അരുൺ ഓർത്തു. എന്തിനാ ചേട്ടാ ഇതൊക്കെ? റീത്ത് ചോദിച്ചു. നീ എന്നെ ചേട്ടനായിട്ടല്ലേ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏട്ടൻ്റെ കടമയാണ് ഇതൊക്കെ. ഇതിനേക്കാൾ ഉഷാറാക്കായിരുന്നു. ഈ മണ്ടശിരോമണി ഇതൊക്കെ ഇപ്പോഴല്ലേ പറഞ്ഞു. ആ ഇനി ചേട്ടനനിയത്ത് എൻ്റെ നെഞ്ചത്തോട് കയറിക്കോ. അരുൺ വളരെ കേക്ക് മുറിക്കാം. ദേവ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്താണ് ദേവ് മടങ്ങിയത്. അന്നേരമൊക്കെ കുട്ടികളെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചതൊക്കെ ദേവായിരുന്നു. അരുണിന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ ഞങ്ങളെ ഇങ്ങനെ സ്വന്തമായി കാണുന്നേ. ഇന്നേരം കുട്ടികളിൽ ലച്ചുവും രശ്മിയുടെയും സൂരജിൻ്റെയും ആനിവേഴ്സറി ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ലച്ചുവിൻ്റെ വക ഓരോ ജോഡി വസ്ത്രമാണ് സമ്മാനമായിട്ട് അവർക്ക് നൽകിയത്. ചേച്ചി മക്കളെവിടെ? ലച്ചു രശ്മിയുടെ ഫ്ലാറ്റിനകത്തേക്ക് ആരും കൊണ്ട് ചോദിച്ചു. പിള്ളേര് രശ്മിയും സൂരജൊക്കെ പുറത്തുപോയി വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ലച്ചുവിനെ കൂടെ വിളിച്ചെങ്കിലും അവളില്ലെന്ന് പറഞ്ഞു. ക്ലാസ്സൊക്കെ ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വൈകിട്ട് അവരൊക്കെ പുറത്തു പോയതാണ്. സമയം 7 കാണാത്തതുകൊണ്ട് അവർ ഫ്ലാറ്റിൽ തന്നെ കാണുമെന്ന് വിചാരിച്ചു പോയതാണ് ലച്ചു. അതിനവർ താഴെ നിന്ന് അവരുടെ ഗൂഫിയെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയി. രശ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങിയാലും സാറ് വരലൊക്കെ ഒന്നിച്ചായിരുന്നു. ഇങ്ങോട്ട് വന്ന അമ്മയോട് പറഞ്ഞേക്ക് അവിടെ കാണുന്ന കൂടി ഏൽപ്പിച്ചിട്ടാണ് പോയത് രണ്ടാളും. അതുങ്ങളെ ഞാനുണ്ടല്ലേ ദൈവമേ, വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ. പോട്ടെടി, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ഇങ്ങോട്ട് വരുന്ന പോലെയാണോ ഏത് നേരം അങ്ങോട്ട് പോകുന്നത്?
ഇപ്പൊ തന്നെ ആ സുമൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നീ എന്തിനാ മോളെ അതൊക്കെ കാര്യമാക്കുന്നത്? അവൾക്കൊക്കെ കുശുമ്പിന്റെ രോഗമാണ് നിനക്കറിയില്ലേ? രശ്മി ചോദിച്ചു. നീ വിഷമിക്കണ്ട ലച്ചു, അയാളെങ്ങനെ അവരുടെ കുശുമ്പ് കേൾക്കണം, പിന്നെ അങ്ങ് സെല്ലിൻ്റെ അകത്ത് കാണാം നല്ലൊരു മനുഷ്യനാവൻ. അതുകൊണ്ട് നീ മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും ഞാൻ തന്നെ നീ ചെന്ന് കൂട്ടി വരട്ടെ, അവരുടെ ഗോഫിയെ പരിചയപ്പെടുകയും ചെയ്യാം. കുറേ പ്രാവശ്യമായില്ലേ എന്തെങ്കിലും തടസ്സം കൊണ്ട് കാണാതെ പോകുന്നു. ഞാനും അറിഞ്ഞിരിക്കണല്ലോ അദ്ദേഹത്തെ. അതും പറഞ്ഞ് ലച്ചു പുറത്തേക്ക് ഇറങ്ങി. നീ മക്കൾ അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഓഹ് ഇല്ല ഏട്ടാ, അടിച്ചാലും ഉണ്ടല്ലോ മാമനും മാമീനെ പഞ്ഞിക്കിടാൻ. അതും പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. നിങ്ങളെപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്? വെളുപ്പിന് 4 മണിക്ക് പോകണം. വേഗം വരണേ, നിങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റക്കായി പോകും ഞാൻ. അവർക്കാണെങ്കിൽ ഊഫി ഉണ്ടല്ലോ. ശരി വേണേ, 2 ദിവസം, അതിൽ കൂടുതൽ നീളില്ല. ഞാൻ വെറുതെ പറഞ്ഞു, ശരിക്കും താമസിച്ചിട്ട് വന്നാൽ മതി. എന്നാൽ കിടന്നു, വെളുപ്പിന് യാത്രയല്ലേ. ശരി ലച്ചു, അപ്പം ഇനി യാത്ര കുറച്ചില്ല, നീ നന്നായിട്ട് കിടന്നു. ഓക്കെ. ലച്ചു അതും പറഞ്ഞ് കണ്ണി ചിമ്മി കൊണ്ട് പോയി. അവൾ നേരെ ലിഫ്റ്റ് കയറി പോയത് 14ാമത്തെ ഫ്ലോറിലേക്കായിരുന്നു. അതിലൂടെ പോകുമ്പോൾ അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി. പക്ഷേ അവളൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ 14G എന്ന ഫ്ലാറ്റ് അവൾ കണ്ടു. പുറത്തേക്ക് തന്നെ കേൾക്കുന്നുണ്ട് അല്ലുവിൻ്റെയും മതിയുടെയും ചിരിക്കുന്ന ശബ്ദം. ഇതിന് മാത്രം എന്താണ് അവൾ ചിരിക്കുന്നത് എന്നവളൊരു ചിരിയോട് ഓർത്ത് ബെല്ലടിച്ചു. എന്നാൽ ബെല്ല് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അകത്തുള്ള ദേവും പിള്ളേരും കേട്ടില്ല. ഡോറ് ചാരിയത് കണ്ടുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. നല്ല ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്ത ലിവിംഗ് റൂമായിരുന്നു അത്. പിള്ളേരുടെ ചിരിയുടെ ശബ്ദം കാതോർത്തുകൊണ്ട് അവൾ നേരെ ഹാളിലേക്ക് കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവൾ ഞെട്ടിപ്പോയി. ശ്വാസം വിടാൻ പോലും മറന്നുകൊണ്ട് ലച്ചു അങ്ങോട്ടേക്ക് നോക്കി. അവിടെ ചുണ്ടുകൾ പതിയെ മുഴുകി. ദേവ്. സോഫയിൽ ഇരുന്ന് മക്കളെ രണ്ടാളെയും മടിയിലെത്തി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് ദേവ്. അതിൻ്റെ കൂടെ മക്കളും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രണ്ടാളെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ കൈയാണെങ്കിൽ അവൻ്റെ മീശയിലും മുടിയിലൊക്കെയാണ്. അതിനൊക്കെ അവൻ മിണ്ടാതിരുന്ന് കുരുത്തക്കേട് ആസ്വദിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടൊപ്പം തന്നെ തകർന്ന് ലച്ചൊരു ടിപ് ടോപ്പ് ടാബിലേക്ക് ചാരിയത് അടുത്തുള്ള ഫ്ലവേഴ്സ് അവിടെ കൈകൊണ്ട് താഴെ വീണ് പൊട്ടി. എന്തോ പൊട്ടിയതിൻ്റെ ശബ്ദം കേട്ട ദേവ് നോക്കുമ്പോൾ കാണുന്നു അവൻ്റെ കണ്ണിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന ലച്ചു. അവൻ പിള്ളേരെ മടിയിൽ നിന്ന് സോഫയിലേക്ക് ഇരുത്തി എണീറ്റ് നിന്നുപോയി. കാരണം കഴിഞ്ഞ 4 വർഷമായി താൻ എവിടെ പോയാൽ അന്വേഷിക്കുന്ന ഒരു മുഖമാണ് തൻ്റെ ലച്ചുവിൻ്റെ. വിശ്വസിക്കാനാവാതെ രണ്ടുപേരും പരസ്പരം നോക്കി.